ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 6. നമ്മുടെ ബോധമനസ്സിൻ്റെ പരിമിതി. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇല്ലായ്മ ഉണ്ടെന്നാണ് അർത്ഥം. പ്രകൃതി അതിനെ ഏറ്റുപറയുക മാത്രം ചെയ്യും. ഉപബോധം ആ യാഥാർത്ഥ്യത്തെ കടഞ്ഞെടുക്കും. ഇല്ലായ്കയുള്ളത് കിട്ടിയാൽ ജീവിതം സന്തുഷ്ടമാകും എന്ന് സാമാന്യ ജനങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ലൗകികമായ സന്തോഷം താൽക്കാലികമാണ്. ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടിയാലും പിന്നെയും ഓരോന്നിനായി നാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ആഗ്രഹങ്ങൾ സമയത്തിന് സമാന്തരമായി സഞ്ചരിക്കുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആഗ്രഹങ്ങൾ മനസ്സിൽ തരംഗങ്ങളായി പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്നു, മറ്റുള്ളവ ഉപബോധത്തിൽ കാത്തുകിടക്കുന്നു. ആഗ്രഹങ്ങൾ കൂടുതൽ കൂടുതൽ ജന്മങ്ങൾക്ക് കാരണമാകുന്നു. എന്തെങ്കിലും ഇല്ല എന്ന് പറയുന്നത് അത് സ്വാർത്ഥമോ നിസ്വാർത്ഥമോ ആകട്ടെ ആ വസ്തുവിൻ്റെ ഇല്ലായ്മ ഉറപ്പാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ സമ്പന്നത വളരെയധികം പ്രധാനമാണ്. ആന്തരിക സമ്പന്നത ബാഹ്യ സമൃദ്ധിയായി തീരുന്നു. സ്നേഹം ആകർഷിക്കുന്നു, സ്നേഹം വികസിപ്പിക്കുന്നു. നാം നിരുപാധികമായി സ്നേഹിക്കുമ്പോൾ ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രതീക്ഷകളില്ലാതെ സ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകുമ്പോൾ അതിൻ്റെ ഫലം യുക്തിയുക്തതയില്ലാത്ത സന്തോഷമായിരിക്കും. ഇത് പരമാനന്ദമാണ്, ഇത് വിമോചനമാണ്. പ്രതീക്ഷകളില്ല, ഒരേ ഒരു പ്രകാശനം സ്നേഹമായിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നവരെയും ശത്രുക്കളെയും ഒരുപോലെ സ്നേഹിക്കണം. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സേവിക്കുക. ദത്താത്രേയ പാരമ്പര്യം ഈ തത്വത്തിൽ അധിഷ്ഠിതമാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഏറ്റവും നല്ല പ്രാർത്ഥന കൃതജ്ഞത പറയലാണ്. നമ്മുടെ കൈവശമുള്ളതും ഇല്ലാത്തതുമായ എല്ലാത്തിനും നമുക്ക് കൃതജ്ഞരാവാം. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് നമ്മുടെ ആത്മാവ് തന്നെ ആയതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ പ്രതിധ്വനിക്കുന്ന പ്രാർത്ഥനയാണ് അത്. നമുക്ക് നമ്മുടെ ആത്മാവിനേക്കാൾ അടുപ്പമുള്ള ആരുമില്ല. ഓരോ പ്രാർത്ഥനയ്ക്കും ആത്മാവ് ഇന്ധനം പകരുന്നു. ഓരോ പ്രാർത്ഥനയും ആത്മാവ് കേൾക്കുന്നു. പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥന കേൾക്കുന്നതും ഒരാൾ തന്നെയാണ്. എവിടെയാണ് ബാഹ്യമായ ഒരു അസ്തിത്വമുള്ളത്? നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? കൃഷ്ണൻ, ബുദ്ധൻ, യേശു, ശിവൻ, വിഷ്ണു എല്ലാം നമ്മുടെ ആത്മാവാണ്. ഒരേ ആത്മാവ് അഥവാ ആത്മാക്കളുടെ ഒരേ കുടുംബമാണ് പല ശരീരങ്ങളിലായി പ്രകാശിപ്പിക്കപ്പെടുന്നത്. ഒരേ പിതാവ് നിങ്ങളുടെ മനസ്സിൽ ദ്വിത്വബോധം ഉണ്ടാക്കുകയും നിങ്ങളുടെ ശാരീരിക രൂപത്തിലും ബുദ്ധിപരമായ ഘടനയിലും വിശ്വസിപ്പിക്കുകയും ചെയ്ത ബോധമനസ്സിനെ അഥവാ അഹംബോധത്തെ മാറ്റി നിർത്തുക. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ രാത്രിയിലും നാം ദൈവത്തിൻ്റെ മടിയിൽ തന്നെയാണ് കിടക്കുന്നത്. ബോധമനസ്സിൻ്റെ അഭാവത്തിൽ നാം സമാധാനമായി ഉറങ്ങുന്നു. ക്ലേശം അനുഭവിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. സാധാരണയായി ക്ലേശങ്ങൾ അങ്ങേയറ്റം ശുചീകരിക്കുന്നവയാണ്. അവ അകം പുറം വൃത്തിയാക്കുന്നു. അത് നമ്മുടെ അഹംബോധത്തെ ശക്തിയായി ഉലയ്ക്കുന്നു. ക്ലേശം പ്രത്യേകിച്ച് വികാരപരമോ അഹംബോധ തലത്തിൽ ഉള്ളതോ ആണെങ്കിൽ അത് നമ്മെ വലിയ തോതിൽ ആത്മീയതയിലേക്ക് തള്ളി നീക്കും. ക്ലേശം എത്രയധികമുണ്ടോ അത്രയധികം നാം ദൈവത്തോട് അടുക്കും. ദൈവം എപ്പോഴും അടുത്തു തന്നെ ഉണ്ട്. അഹംബോധമാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും മറയ്ക്കുകയും ചെയ്യുന്ന തിരശീല. നാം ആത്മാർത്ഥമായി നന്ദി പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഒഴുകുന്നു. ദൈവത്തിന് അറിയാത്തതായി ഒന്നുമില്ല. ദൈവം ഓരോ അണുവിലുമുണ്ട്. നാം ദൈവത്തോട് പറയേണ്ടതായിട്ടില്ല. ദൈവമാണ് നമ്മുടെ ആത്മാവ്. ദൈവത്തിന് അറിയാൻ കഴിയാത്തതായി എന്താണുള്ളത്? നമ്മുടെ പരിമിതമായ മനസ്സാണ് നമുക്ക് ദ്വിത്വവും അകൽച്ചയും തോന്നിക്കുന്നത്. അതിനെ ഒഴിവാക്കി കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് അതിനെ ഒഴിവാക്കുന്നത്? സ്ഥിരമായി ഓരോ ചിന്തയുടെയും വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും കൂടെ നിന്നുകൊണ്ടും ഭൂതത്തിനും വർത്തമാനത്തിനും ഇടയിൽ കിടന്ന് ആടുവാൻ മനസ്സിനെ അനുവദിക്കാതിരുന്നു കൊണ്ടും. അപ്പോൾ നാം ഭക്ഷിക്കുന്ന ഓരോ ഉരുളച്ചോറിനെയും കൺമുന്നിൽ വരുന്ന ഓരോ കാഴ്ചയെയും ഓരോ മഴത്തുള്ളിയെയും ചുറ്റുപാടിൽ നിന്നുള്ള ഓരോ ശബ്ദത്തെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സംഗീതനാദത്തെയും നിശബ്ദതയുടെ ധ്വനിയെപ്പോലും ആസ്വദിച്ചു തുടങ്ങും. എല്ലാത്തിലും നാം ഒഴുകിക്കൊണ്ടിരിക്കും. എല്ലാം നാമായി തീരും. ആകാംക്ഷയില്ല, ഭയമില്ല, ഇല്ലായ്മയില്ല, പരാതികളില്ല. നാമുമായി സമാധാനത്തിലാണ്. നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല. എല്ലാ ആപത്തുകൾക്കും കാരണം നമ്മുടെ ബോധമനസ്സിൻ്റെ പരിമിതി അഥവാ ഉയർന്ന അവബോധമില്ലായ്മയാണെന്ന് തിരിച്ചറിയുക.
നാം വർത്തമാനത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് നിശ്ചിതമായ ഏകാഗ്രത ഉണ്ടാകും. കേന്ദ്രീകരിക്കുവാൻ കഴിവുള്ള ഒരു കാചത്തിൽ കൂടി കടന്നു പോകുന്ന സൂര്യരശ്മികൾ ഒരു വസ്തുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ തീ ഉണ്ടാകുന്നു. അതുപോലെ വർത്തമാനത്തിൽ സ്ഥിതി ചെയ്യുവാൻ പരിശീലനം സിദ്ധിച്ച ഒരു മനസ്സിന് അസാമാന്യമായ കഴിവുകൾ ഉണ്ടാകുന്നു. അതിന് നമ്മെ എവിടെയും എത്തിക്കാൻ കഴിയും. നമ്മുടെ ഉപബോധം ചവറു നിറഞ്ഞതാവുകയില്ല. അതിൻ്റെ ഫലം ഇതുമാത്രമല്ല, അതിൽ ഇനിയും വളരെയധികം കാര്യങ്ങൾ ഉണ്ട്. ഫലവത്താകാത്ത പ്രാർത്ഥനകൾ. ചോദ്യം: എൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടാറില്ല, അത് എന്തുകൊണ്ടാണ്? ഉത്തരം: നിങ്ങൾ ഉപാധികളോടെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവം ഉപാധികളില്ലാത്തവനാണ്. നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒരു നല്ല ഭക്തനാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായാലും അത് സ്വീകരിക്കുവാൻ തയ്യാറാകണം. നിങ്ങളുടെ അറിവിൻ്റെ തലമനുസരിച്ച് അത് നല്ലതോ ചീത്തയോ ആയി തോന്നാം. അത് കാര്യമാക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ ചീത്ത എന്ന് കരുതുന്നത് പിന്നീടൊരിക്കൽ നല്ലതായി അനുഭവപ്പെടാം. കഴിഞ്ഞുപോയ ജീവിതങ്ങളെയോ വരാൻ പോകുന്ന ജീവിതങ്ങളെയോ കാണുവാൻ നമുക്ക് കഴിവില്ല. പരുക്കനായ വർത്തമാന ജീവിതത്തെ വരും പോലെ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. വേറെ പോംവഴിയില്ല. നിങ്ങളുടെ ഇന്നത്തെ ജീവിതം കഴിഞ്ഞ ജന്മങ്ങളിലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. അതുകൊണ്ട് സ്പഷ്ടമായ ഫലങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിരാശയോ മോഹഭംഗമോ ഉണ്ടായേക്കാം. നിങ്ങൾ ഒരു കാർമ്മിക ജീവിയാണ്. നിങ്ങളുടെ കാര്യപരിപാടി അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ തുടർച്ചയായി നിർമ്മിക്കുകയും ഓരോ ദിവസവും അതിന്മേൽ പടുത്തുയർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചപ്പുചവറുകൾ അടിച്ചു നീക്കാനോ പാഴ്വസ്തുക്കൾ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് നിങ്ങളുടെ ഭാണ്ഡത്തിനുണ്ടാകുന്ന ഭാരക്കൂടുതൽ കുറയ്ക്കുവാനോ നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ സ്വന്തം കാര്യത്തിൽ അലസനാണ് എന്നാണ് ഇതിനർത്ഥം. നിങ്ങളുടെ ചപ്പുചവറുകൾ അടിച്ചു കളയാനായി ആരെങ്കിലും, അത് ഒരു ഗുരുവോ ആചാര്യനോ ആകാം, വരുവാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. നിർഭാഗ്യത്തിന് ഗുരുവും ആചാര്യനും ചൂണ്ടുപലകകൾ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏതു വഴിക്ക് പോകാൻ കഴിയും എന്ന് കാട്ടിത്തരിക മാത്രമാണ് ചൂണ്ടുപലകകൾ ചെയ്യുന്നത്. അവ നിങ്ങളുടെ ചവറുകൾ ശേഖരിച്ചു കൊണ്ടുപോകുന്ന ജോലിക്കാരല്ല. ചവറ്റുതൊട്ടി എവിടെയാണെന്ന് കാട്ടിത്തരുവാൻ അവയ്ക്ക് കഴിഞ്ഞേക്കും. നിങ്ങളുടെ ഭാരം കുറയ്ക്കുവാനായി അത് ഉപയോഗിക്കണമോ എന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം. ദൈവം തരുന്നതെന്തും സ്വീകരിക്കുക എന്നത് ആത്മാർത്ഥതയുള്ള ഒരു ഭക്തൻ്റെ ധാർമ്മികമായ കടമയാണ് എന്ന് അറിയുക. ഭാവിയെക്കുറിച്ചുള്ള അരക്ഷിതത്വവും ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകലും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ തോതിനെ കാണിക്കുന്നു. വിശ്വാസം ദുർബലമാണ്. വിശ്വാസം ദുർബലമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളെ സഹിക്കുവാനുള്ള കരുത്തുണ്ടാവുകയില്ല. വിശ്വാസം ശക്തമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. വിശ്വാസമാണ് കാതൽ. വിശ്വാസം പൂർണ്ണമായിരിക്കണം. ഭാവിയെക്കുറിച്ച് എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വർത്തമാനം താറുമാറാകും. നിങ്ങൾക്ക് വർത്തമാനകാലം നഷ്ടമാകും. വർത്തമാനം നഷ്ടപ്പെട്ടാൽ ഭാവിയും നഷ്ടപ്പെടും. ഇത് പ്രകൃതി നിയമമാണ്. ഒരാൾ എത്രയധികം തവണ ജ്യോത്സ്യനെ കാണാൻ പോകുന്നുവോ ആ മനുഷ്യൻ അത്രയധികം അരക്ഷിതത്വത്തിലാണെന്ന് തീർച്ചയാക്കിക്കൊള്ളുക. അയാളുടെ വിശ്വാസം എളുപ്പം തകരുന്നു. വിശ്വാസമില്ലായ്മ മനസ്സിൻ്റെ എല്ലാ കതകുകളെയും അടയ്ക്കുന്നു. അപ്പോൾ ആ മനസ്സിന് ദൈവകൃപയെയും അനുഗ്രഹങ്ങളെയും സ്വീകരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ളതും നൽകപ്പെട്ടതുമായ എല്ലാത്തിനും കൃതജ്ഞത പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. നമ്മുടെ ആന്തരികമായ സമ്പത്താണ് ഏറ്റവും നല്ല സമ്പത്ത്. അത് കൂടുതൽ ഈട് നിൽക്കുന്നതും യഥാർത്ഥവുമാണ്. ബാഹ്യമായ സമ്പത്തിന് മാറ്റം വരും. കൈമാറുമ്പോൾ മാത്രമേ പണം പണമാകുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അത് വെറും കടലാസു കഷ്ണമാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾ ധനികനായാലും ദരിദ്രനായാലും കറുത്തിട്ടായാലും വെളുത്തിട്ടായാലും സമ്പന്നമായ ഒരു മനസ്സില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനസ്സുണ്ടാക്കുവാനായി കഠിനമായി പ്രയത്നിക്കണം. സമ്പന്നമായ ഒരു മനസ്സ് ഉപാധികളില്ലാത്തതും നിഷ്കപടമായ സ്നേഹം നിറഞ്ഞതും ആയിരിക്കും. സഹാനുഭൂതിയും കാരുണ്യവും നിറഞ്ഞതായിരിക്കും. അത് താരതമ്യപ്പെടുത്തുകയില്ല. ഉള്ളത് തുറന്നു പറയുവാൻ ധൈര്യപ്പെടും. അതിന് ഭയം ഉണ്ടായിരിക്കുകയില്ല. വിശ്വാസം പൂർണ്ണമായിരിക്കും. നേരിടുന്ന ഏത് യാഥാർത്ഥ്യത്തെയും അത് സ്വീകരിക്കും. അതിൻ്റെ പ്രാർത്ഥനകൾ എപ്പോഴും കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഉള്ളതായിരിക്കും. അത് ഒരിക്കലും ഭയത്തെ ഉത്തേജിപ്പിക്കുകയില്ല. എല്ലാ ഭയങ്ങളെയും ചിട്ടയായി വിശ്വാസം കൊണ്ട് നേരിടുകയും ചെയ്യും. ഇനി നിങ്ങൾ തന്നെ നിർണയിക്കുക
ഒന്നും മറ്റൊരാൾക്ക് തെളിയിച്ചു കൊടുക്കേണ്ടതായിട്ടില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. അടിസ്ഥാനപരമായ ഈ ചോദ്യം ചോദിക്കുക: എൻ്റെ വിശ്വാസം പൂർണ്ണമാണോ? ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഭയപ്പെടുന്നത്? ഭയങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും കൂടുതൽ വിശ്വാസം ഉണ്ടാകണം എന്നാണ് അർത്ഥം. എല്ലാ യാഥാർത്ഥ്യങ്ങളെയും വിശ്വാസത്തോടെ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറായിരിക്കുമ്പോൾ അരക്ഷിതത്വം എന്തിനാണ്? ജീവിതം എപ്പോഴും ഒരു മിശ്രിതമാണ്. നമുക്ക് ആഗ്രഹമുള്ളതല്ല, അർഹതയുള്ളതാണ് ലഭിക്കുക. സങ്കല്പനത്തെക്കുറിച്ച് ചോദ്യം: അങ്ങ് എന്നെ സഹായിക്കണം. നീല നിറമുള്ള പന്തിനെ സങ്കല്പിക്കുക മുതലായ ക്രിയായോഗ സമ്പ്രദായത്തെ ഞാൻ പരിശീലിക്കാറുണ്ട്. ഈയിടെ ഞാൻ മറ്റൊരു ക്രിയായോഗ ക്ലാസ്സിൽ പങ്കെടുത്തു. അവർ സങ്കല്പത്തിന് തികച്ചും എതിരായിരുന്നു. ഞാനിപ്പോൾ ആശയക്കുഴപ്പത്തിലാണ്. ദയവായി എനിക്ക് വ്യക്തത ഉണ്ടാക്കിത്തരാമോ? ഉത്തരം: സങ്കല്പനം ക്രിയായോഗത്തിലെ ഒരു മാർഗം മാത്രമാണ്. നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ ശരീരത്തിലേക്കും ആത്മാവിലേക്കും കേന്ദ്രീകരിക്കുവാനായി ക്രിയായോഗ സമ്പ്രദായത്തിൽ ഈ സങ്കേതം ഉപയോഗിക്കുന്നു. ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശ്രദ്ധയെ വിശാലമായി കൊണ്ടുപോകുന്നു. നമ്മുടെ ഊർജങ്ങളെ ശരിയായി ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മുടെ ശ്രദ്ധയെ നമ്മിലേക്ക് തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. സങ്കല്പനം അതിനുള്ള ഒരു സങ്കേതമാണ്. ഒരുപക്ഷെ ഏറ്റവും അധികം ജനസമ്മതിയുള്ള സങ്കേതം. ഏകാഗ്രതയാണ് കാതൽ. സങ്കല്പനം ഏകാഗ്രതയെ സഹായിക്കുന്നു. ഏകാഗ്രത ഉള്ളിൽ സ്ഥിതി ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു. ആന്തരവൽക്കരണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ അവബോധതലം ഉയരുന്നു. നാം അവബോധതലത്തിൽ ആയിരിക്കുമ്പോൾ സങ്കല്പനം താനേ ഇല്ലാതാകുന്നു. അവബോധനം സങ്കല്പത്തിൻ്റെ ആവശ്യം ഇല്ലാതാക്കുന്നു. നാം ഓരോരുത്തരും ആത്മീയ വികാസത്തിൻ്റെ ഓരോ വ്യത്യസ്ത തലത്തിലാണ്. ചിലർക്ക് സങ്കല്പനം ആവശ്യമുണ്ട്. ചിലർ പുരികങ്ങൾക്കിടയിലുള്ള ബിന്ദുവിലും അഥവാ ആജ്ഞാചക്രത്തിലും, ചിലർ ഹൃദയകേന്ദ്രത്തിലും അഥവാ അനാഹത ചക്രത്തിലും ധ്യാനിക്കുന്നു. ചിലർ മൂക്കിൻ്റെ അറ്റത്തും ചിലർ നട്ടെല്ലിലും സ്വാസ്ഥ്യം കണ്ടെത്തുന്നു. അങ്ങനെ ഓരോ വ്യക്തിയും അനുപമേയനാണ്. അതുകൊണ്ട് സങ്കല്പനം നിങ്ങളുടെ സ്വഭാവത്തിന് ചേരുന്നുവെങ്കിൽ അത് ശീലിച്ചു കൊള്ളുക. കുഴപ്പമില്ല. അന്തിമ ലക്ഷ്യം എന്തെന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഏത് പരിശീലനത്തിൻ്റെയും ഉപബോധകമായ ആവർത്തനം വികസനത്തെ സഹായിക്കുകയില്ല. ക്ഷമ വളരെ പ്രധാനമാണ്. നിങ്ങളുടെ പുരോഗതിയെ ഒരിക്കലും മറ്റൊരാളുടേതുമായി താരതമ്യപ്പെടുത്തരുത്. മറ്റൊരാളുടെ ആത്മീയ സാധനയെയോ പരിശീലനത്തെയോ ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് യോജിക്കുന്നത് മാത്രം സ്വീകരിക്കുക. ഭക്ഷണം ധാരാളം ഉണ്ട്, എന്നാൽ ദഹിക്കുവാൻ ബുദ്ധിമുട്ടില്ലാത്തത് മാത്രമേ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അമിതാഹാരം ദഹനക്കേടുണ്ടാക്കും. വികാരപരമായി ഭക്ഷിക്കുന്നത് ഒഴിവാക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സർഗശക്തിയുള്ള ഏതു വ്യക്തിയും എപ്പോഴും സങ്കല്പിക്കുന്നു. ഒരു വാസ്തുശില്പി വരച്ചു തുടങ്ങുന്നതിന് മുമ്പ് തൻ്റെ നിർമ്മിതിയുടെ അവസാന രൂപം മനസ്സിൽ കണ്ടിരിക്കണം. തൻ്റെ സങ്കല്പത്തിൽ ഇല്ലാത്ത എന്താണ് അയാൾ വരയ്ക്കുക? അതുപോലെ നാമെല്ലാം ഏതെങ്കിലും ചർച്ചയിൽ ഏർപ്പെടുമ്പോൾ നിർത്താതെ സങ്കല്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം എപ്പോഴും മനസ്സിൽ ചിത്രങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിലെ ചിത്രങ്ങൾ അവസാന രൂപമായി കണക്കാക്കരുത്. അവയെ അവസാന രൂപത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളായി കണക്കാക്കണം. അവസാന രൂപം ഉണ്ടായിക്കഴിഞ്ഞാൽ സങ്കല്പം അവസാനിക്കുന്നു. ആത്മീയതയിൽ ഒന്നും പൂർണ്ണമായും ശരിയല്ല, പൂർണ്ണമായും തെറ്റുമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളുടെ പാതയിൽ കൂടി യാത്ര തുടരുക. ഒരു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയുടെ പുസ്തകങ്ങൾ കണ്ടിട്ട് ഒരു 10ാം ക്ലാസ്സുകാരൻ തൻ്റെ പുസ്തകങ്ങൾ വെറും നിസാരങ്ങളും പാഴ്വസ്തുക്കളും ആണെന്ന് പറഞ്ഞ് അവയെ വലിച്ചെറിയുകയാണെങ്കിൽ അയാൾക്കൊരിക്കലും ഉയർച്ച ഉണ്ടാവുകയില്ല. അയാൾ തൻ്റെ പാതയിൽ കൂടി നടന്ന് പടിപടിയായി ബിരുദാനന്തര ബിരുദത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ചിലർക്കത് വേഗം ചെയ്യുവാൻ കഴിഞ്ഞേക്കും. എന്തായാലും നിങ്ങൾ തന്നെ ആരുമായും താരതമ്യപ്പെടുത്തരുത്. ആത്മീയ അന്വേഷകരും ഗുരുക്കന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും സങ്കല്പ സങ്കേതങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റാണെന്ന ധാരണ വേണ്ട. അതിനെക്കുറിച്ച് കുറ്റബോധവും വേണ്ട. പൂജകളിലും താന്ത്രിക അനുഷ്ഠാനങ്ങളിലും പോലും ധാരാളം സങ്കല്പങ്ങളുണ്ട്. അതെല്ലാം ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ അവബോധം നിങ്ങളുടെ വ്യവസ്ഥിതിയെ നിയന്ത്രിക്കുകയോ അതിന് അതീതമായി പരക്കുകയോ ചെയ്യുമ്പോൾ സങ്കല്പത്തിനുള്ള ആവശ്യം താനേ അപ്രത്യക്ഷമാകും. വിമോചനം അത്തരത്തിലുള്ള എല്ലാ ആവശ്യങ്ങളെയും നീക്കം ചെയ്യുന്നു. വിമോചനം നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു. നിങ്ങൾ ആ അവസ്ഥയിലേക്ക് എത്തുന്നതുവരെ ഏത് മാർഗമാണോ നിങ്ങൾക്ക് ഇണങ്ങുന്നത് അത് സ്വീകരിക്കുക. ജയ് മോഹൻജി. താങ്ക് യു.